ഈ പ്രസ്ഥാനത്തിലെ പ്രബോധകന്മാർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, ദാഇമാർക്കെതിരെ ശിർക്കാരോപിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുലൈമി അന്ന് പറഞ്ഞ ആ ശിർക്കാരോപണം, മടവൂരികൾ 10 കൊല്ലം പ്രചരിപ്പിച്ച ആ ശിർക്കാരോപണം നമ്മുടെ നേതാക്കന്മാരിൽ ചിലർ അറിഞ്ഞോ അറിയാതെയോ അത് ഏറ്റെടുത്തുകൊണ്ട് ചിലരുടെ എല്ലാം ഒത്താശയോടുകൂടി അത് പ്രചരിപ്പിക്കുകയും എന്നിട്ട് തങ്ങൾ തൗഹീദിന്റെ സംരക്ഷകരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഞങ്ങളൊക്കെ ശിർക്കിലേക്ക് പോയി എന്ന്, ജിന്നിന്റെ ആളുകളായി എന്ന്, ജിന്നൂരിയായി എന്ന് പരിഹസിക്കുകയും ചെയ്യുന്ന രംഗം വല്ലാത്ത വേദനാജനകമാണ്. ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ വായിച്ച ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, ഷെയ്ഖ് ഉസൈമീനെ പോലെയുള്ള, ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, ഹമൂദ് നജ്ദിയെ പോലെയുള്ള, താരിഖ് ഈസയെ പോലെയുള്ള, ബക്കർ അബൂ സൈദിനെ പോലെയുള്ള, ഷെയ്ഖ് ഫൗസാനെ പോലെയുള്ള, ആലു ഷെയ്ഖിനെ പോലെയുള്ള, അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ ആലു ഷെയ്ഖിനെ പോലെയുള്ള, അതേപോലെ അബ്ദുല്ലാഹി ഫഖീഹിനെ പോലെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത നൂറുകണക്കായ സലഫി ലോകം ഒന്നാകെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ മുഴുവനും ജിന്നൂരിയാണെന്ന് പറയാൻ, അവരെല്ലാം ശിർക്ക് പ്രചരിപ്പിച്ചുവെന്ന് പറയാൻ, അവരെല്ലാം ശിർക്കിന്റെ വാഹകരാണെന്ന് പറയാൻ, ഇനി അവിടെ പ്രസംഗം ആവശ്യമില്ലെന്ന് പറയാൻ, അവിടെ കിതാബ് ആവശ്യമില്ലെന്ന് പറയാൻ, അവിടെ ഒരു സഹായം നമുക്ക് ആവശ്യമില്ലെന്ന് പറയാൻ ഈ നാസർ സുല്ലമി തയ്യാറാകുമോ എന്ന് സാന്ദർഭികമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു വിശദീകരണം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും മുസ്ലിം ലോകത്ത്, സലഫി ലോകത്ത് നേതൃത്വം നൽകുന്ന അഹ്ലുസുന്നയുടെ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ അവരെല്ലാം ഈ വിഷയത്തിൽ ശിർക്കായതും വസീലയായതുമെന്ന് ഇസ്തിആനത്തിന് രണ്ടായി വേർതിരിച്ചെങ്കിൽ അത് ഖുർആൻ തിരിയാത്തത് കൊണ്ടല്ല, അത് മനസ്സിലാവാത്തത് കൊണ്ടല്ല, എന്ന ആയത്ത് അവർക്കാർക്കും തിരിയാത്തത് കൊണ്ടല്ല, അഖീദയിൽ അഗാധ പാണ്ഡിത്യമുള്ള, അങ്ങേയറ്റം പ്രാവീണ്യമുള്ള ഒരു സുല്ലമി വന്നപ്പോഴാണ് ഇതൊക്കെ പരിഹാരമായത് എന്ന് ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞെങ്കിൽ അത് സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയൊന്നുമില്ല. എനിക്കറിയാം, എന്റെ മറ്റു സുഹൃത്തുമായി ഇതേപോലെ ഒരു സംസാരം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആലു ശൈഖിനെ ഞാൻ തോട്ടിലേക്ക് എറിയുന്നു എന്ന, ആലു ശൈഖിനെ കിതാബ് വലിച്ചെറിയുന്നുവെന്ന. അങ്ങനെ വലിച്ചെറിയുമോ? അതല്ല, അദ്ദേഹം വലിച്ചെറിഞ്ഞത് തിരിച്ചെടുക്കുമോ എന്ന് ഇൻഷാ അല്ലാഹ് ഈ സംവാദം കഴിയുമ്പോഴേക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ച് ജിന്നുമായുള്ള യാതൊരു ഇടപാടുകളും, ഒരു ഇസ്തിഖ്ദാമും, ഒരു ഇസ്തിആനത്തും, ഒരു ഇസ്തിംതാഉം ഒന്നും തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ശിർക്കായത് ഏതായാലും പാടില്ല. ഇനി ശിർക്കല്ലാത്ത വല്ല വിളിക്കും എവിടെങ്കിലും വല്ല വഴിയുമുണ്ടെങ്കിൽ ആ വിളി പോലും നിഷിദ്ധമാണ്, ഹറാമാണ്. കാരണം അതെല്ലാം ശിർക്കിലേക്ക് എത്തിക്കും. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശിർക്ക് കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് ജിന്നുകളുമായുള്ള അത്തരം ഒരിടപാടുകളും ഒരു ഇസ്തിആനത്തും പാടില്ല. സൗദി അറേബ്യയിലെ ലജന പറഞ്ഞതുപോലെ അതെല്ലാം വസീലത്തുൻ മിൻ വസാഇലി ശിർക്കി, ശിർക്കിന്റെ വസീലകളിൽപ്പെട്ട ഒരു വസീലയാണെന്നതുകൊണ്ട് അത് പാടില്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അതുകൊണ്ട് ഒരിക്കലും ശിർക്കിലേക്ക് പോകുന്നതിന് ആലോചിക്കാത്ത, അത് സഹിക്കാൻ കഴിയാത്ത, ശിർക്കിനെ ഗൗരവമായി കാണുന്ന, ഇന്നും സമൂഹത്തിൽ ശിർക്കിനെതിരെ അതിശക്തമായി പോരാടുന്ന ദാഴിമാർക്കെതിരെ, പ്രബോധകന്മാർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, പ്രവർത്തകന്മാർക്കെതിരെയുള്ള ഈ ശിർക്കാരോപണം ഇനിയെങ്കിലും അവസാനിപ്പിച്ച് ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് അത് തുറന്നു പറഞ്ഞ് ഈ വിഷയത്തിൽ ഇത്രയും കാലം നമ്മൾ സ്വീകരിച്ച നയം എന്താണോ, KJU നയം എന്താണോ, KNM സ്വീകരിച്ച നയം എന്താണോ, 2012 വരെ KNM-ഉം KJU-യും ഐക്യകണ്ഠൻ അംഗീകരിച്ച നയം എന്താണോ, ആ നയം തന്നെയാണ് ശരിയെന്ന് തുറന്ന് അംഗീകരിച്ച് അതിലേക്ക് മടങ്ങാൻ, KNM-ന്റെ ആദർശത്തിലേക്ക് മടങ്ങാൻ, KJU-വിന്റെ ആദർശത്തിലേക്ക് മടങ്ങാൻ, KM മൗലവി പടുത്തുയർത്തിയ, ഉമർ മൗലവി നേതൃത്വം കൊടുത്ത, KP മുഹമ്മദ് മൗലവി നേതൃത്വം നൽകിയ, കുഞ്ഞീദ് മദനി ഫത്വ ബോർഡ് ചെയർമാനായ ഈ KJU-വിന്റെ ആദർശ വഴിയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാവണം എന്ന് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ജിന്നുകൾക്കും അഭൗതികമായി സഹായിക്കാനാകുമെന്ന്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ് എന്ന ഈ ശിർക്കിന്റെ വിശ്വാസം നിങ്ങൾ പേറി നടക്കല്ല. ആ വിശ്വാസമാണ് ശിർക്ക്. ജിന്നിന്റെ സഹായം അഭൗതികമാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശേഷണമാണ് അഭൗതികമായി സഹായിക്കാൻ റബ്ബിനെ കഴിയുമെന്ന ആ ഒരു KJU-വിന്റെ ആദർശത്തിലാണ്, അഹ്ലുസുന്നയുടെ ആദർശത്തിലാണ് നിങ്ങൾ വെള്ളം ചേർത്തത്. നിങ്ങളാണ് ശിർക്ക് വന്നിട്ടുള്ളത് എന്ന കാര്യം നാം തിരിച്ചറിയണം. ഇതറിയാതെ ഈ സാധാരണക്കാരെ മുഴുവനും ജിന്ന ഭൗതികം തന്നെ, ജിന്നിന്റെ കഴിവ് അഭൗതികം തന്നെ, സഹായം അഭൗതികം തന്നെ എന്നിപ്പോൾ പറഞ്ഞു നടക്കുന്നുവെങ്കിൽ ആ സുഹൃത്തുക്കളെ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കല്ല. അവർ തൗഹീദിൽ നിൽക്കട്ടെ, അവർ KNM-ന്റെയും KJU-വിന്റെയും ആദർശ പാതയിൽ നിലകൊള്ളട്ടെ എന്നാണ് നാസർ സുല്ലമിയോട് വളരെ മാന്യമായി അങ്ങേറ്റം വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നിട്ട് ഈ രൂപത്തിൽ ഈ പ്രവർത്തകന്മാരെ മുഴുവനും ശിർക്കിന്റെ വഴിയെ എന്തിനാ താങ്കൾ കൊണ്ടുപോകുന്നത്? ജിന്നിന്റെ സഹായം അഭൗതികമാണത്രേ, ജിന്നിന്റെ ഉപദ്രവങ്ങൾ അഭൗതികമാണത്രേ. നമ്മൾ പഠിപ്പിച്ചതോ അഭൗതിക കഴിവ് അല്ലാഹ്ക്ക് മാത്രമല്ല, അഭൗതിക സഹായം റബ്ബിൽ നിന്ന് മാത്രമല്ല. ഇപ്പൊ പ്രസംഗിക്കുന്നു, ഇപ്പൊ പറയുന്നു, ഇപ്പൊ എഴുതി പ്രചരിപ്പിക്കുന്നു ജിന്നിന്റെ സഹായം അഭൗതികമാണ്. പൊളിഞ്ഞില്ലേ തൗഹീദ്, പൊളിഞ്ഞില്ലേ നമ്മുടെ അസ്ല്? ഈ കാലം വരെയും ഖുറാഫിനോട് പറഞ്ഞ ആ അസ്ല് പൊളിഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ
മൊഹീദ്ദീൻ ശൈഖ് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാണോ എന്ന ചോദ്യം മൂവാറ്റുപുഴ വന്നപ്പോൾ എന്റെ സുഹൃത്ത് ജ്യേഷ്ഠ സഹോദരൻ ഹനീഫ് കായക്കുടിക്ക് എന്തേ അവിടെ മറുപടി പറയാൻ സാധിച്ചില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ثم ما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. إياك نعبد وإياك نستعين. ബഹുമാന്യരായ എൻ്റെ പണ്ഡിത സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ, ഈ സംവാദത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പണ്ഡിതന്മാരെ, മധ്യസ്ഥരെ, കോഴിച്ചന യൂണിറ്റിലെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ, കൃത്യമായ ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാദങ്ങൾ തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവാദവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംവാദത്തിൻ്റെ തുടക്കത്തിൽ എന്താണ് രണ്ട് കൂട്ടരുടെയും വാദമെന്നും ഈ വാദം സമർത്ഥിക്കാൻ ആവശ്യമായ പ്രമാണങ്ങൾ എന്തെല്ലാമാണ് എന്നും ഈ പ്രദേശത്തുകാരനായ ബാപ്പുട്ടി മാലോകരെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. പിന്നീട് വിഷയം അവതരിപ്പിച്ച എൻ്റെ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ വാദം ഇവിടെ ആളുകൾ വായിച്ചു കേട്ടു എങ്കിലും ആ വാദത്തിൽ നിന്നും പരിപൂർണമായും ഒളിച്ചോടിക്കൊണ്ടുള്ള ഒരു അവതരണമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. ഏതായാലും ഈ സംവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്റർനെറ്റിലൂടെയും മറ്റും എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരുടെ പല സംസാരത്തിൽ പോലും നടത്തിയ കുപ്രചരണത്തിന് വിരാമം കുറിച്ചിരിക്കുന്നു എന്ന് ഈ സംവാദം കാണുന്ന എല്ലാവരും മനസ്സിലാക്കും. സംവാദ വ്യവസ്ഥ എഴുതി നാസർ സുല്ലമി ഒളിച്ചോടിപ്പോയിരിക്കുന്നു എന്ന് ചില സുഹൃത്തുക്കൾ SMS-ലൂടെ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന് മുങ്ങാൻ പരിപാടിയുണ്ട് എന്ന് ചില ഉത്തരവാദിത്തപ്പെട്ടവർ പോലും പ്രസംഗിക്കുകയും ചെയ്തതായി അറിയാൻ സാധിച്ചു. ഏതായാലും ഇതോടെ ആ പ്രചരണം ഇവിടെ അവസാനിക്കുകയാണ്. തന്നെയുമല്ല, സംവാദ വ്യവസ്ഥയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിരുന്നപ്പോൾ മാസങ്ങളായി ഈ വിഭാഗം കേരളക്കരയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി അൽ ഇസ്ലാഹി എന്ന മാസികയിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ജിന്നെ ഭൗതികമാണ് എന്നും അതുകൊണ്ട് ജിന്നിനോടുള്ള ചോദ്യം ഭൗതികമാണ് എന്നും അതിനാൽ അതിൽ ശിർക്കില്ല എന്നുമുള്ള പ്രചരണം മാസങ്ങളായി ജബ്ബാർ മൗലവി അനുകൂലിക്കുന്ന സക്കരിയ മൗലവിയും അദ്ദേഹത്തെ നേതാവാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സക്കരിയ ഭാഗത്തുള്ള ചില ആളുകളും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ സൈദ്ധാന്തിക വേഷമാണ് എൻ്റെ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരുടെ ചത്തബോത്തും യാ ഇബാദല്ലയും എന്ന CD-യിലൂടെ ലോകം കണ്ടത്.
ആ സീഡികൾ കേട്ട എല്ലാവർക്കും അറിയാം, അദ്ദേഹം ആ സീഡിയിലൂടെ പ്രഖ്യാപിച്ചതും അവതരിപ്പിച്ചതും ജിന്നെ ഭൗതികമാണ്. ജിന്ന് ഭൗതികമെന്ന് അഭൗതികമെന്ന് വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസം കൊണ്ട് തന്നെ ഒരാളിൽ ശിർക്ക് വന്നു, പിന്നെ വിളിച്ച് തേടണമെന്നില്ല. എന്നാൽ അതേ ഫൈസൽ മുസ്ലിയാർ വാദപ്രതിവാദത്തിനു വേണ്ടി സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരുന്നപ്പോൾ രണ്ടു കൂട്ടർക്കും തർക്കമില്ലാത്ത ഒരു വാദം ആദ്യം കൊണ്ടുവരികയും പിന്നീട് എന്താണ് നാട്ടിൽ നടക്കുന്ന ചർച്ചയെന്ന് പോലും അറിയാത്ത അവസ്ഥ വന്നപ്പോൾ, മുസ്ലിയാരെ, ഞാനും നിങ്ങളും തമ്മിലുള്ള ചർച്ച ഇന്നതാണ്, നമ്മൾ തമ്മിലുള്ള തർക്കം ഇന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാദം മാറ്റി എഴുതുകയും ചെയ്തു. ആ വാദത്തിന്റെ പ്രസക്ത ഭാഗം ഞാൻ മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട്. അതിനാൽ എല്ലാം ഹറാമാണ്. ഇതായിരുന്നു ഫൈസൽ മുസ്ലിയാരുടെ വാദം. ഈ വാദം തെളിയിക്കാൻ ആവശ്യമായ പ്രമാണം വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും മൻഹജുസ് സലഫ് അനുസരിച്ച് എന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അരമണിക്കൂറുള്ള വിഷയാവതരണം ലോകം ഇവിടെ ശ്രവിച്ചു കഴിഞ്ഞു. ഇനി ഈ സംവാദം തുടർന്നു കൊണ്ടുപോവേണ്ടതില്ലാത്ത വിധം എവിടെയാണ് ഹക്ക്, എവിടെയാണ് ബാത്തിൽ എന്ന് ഇത് കേൾക്കുന്ന ഏത് സാധാരണക്കാരനും വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഏതെങ്കിലും ഒരു വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തോ സഹീഹായ ഒരു ഹദീസോ ഉദ്ധരിക്കുവാൻ കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അത് തന്നെ അദ്ദേഹം എന്താണ് വാദം എന്ന് മറന്നുപോയതുപോലെ തോന്നുന്നു. വാദത്തിൽ നിന്ന് ഒളിച്ചോടി വാദത്തിലില്ലാത്ത മറ്റൊരു വിഷയത്തിലേക്ക്, അഥവാ ദുർബലമായ സൽമാനുൽ ഫാരിസിയുടെയും ഹുസൈൻ സലഫിയുടെയും ഭാഷയിൽ വാറോലയായ ഒരു ഹദീസിനെ സംബന്ധിച്ച് ചർച്ചയിൽ സമയം വിഷയാവതരണത്തിന് വേണ്ടി അദ്ദേഹം നീട്ടിവെക്കുകയും വാദം എന്താണ് എന്ന് എന്റെ സുഹൃത്ത് മറന്നു പോവുക ചെയ്തിരിക്കുന്നു. വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ സമയത്ത് അദ്ദേഹത്തിന്റെ മധ്യസ്ഥൻ കൂടിയായ KC അയ്യൂബ് സാഹിബ് ഈ ഇബാദയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മാന്യ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് അത് ലഈഫാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ ലഈഫായ ഹദീസിനെ കുറിച്ചാണ് ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് വാദം എന്ന് പോലും മറന്ന് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ യായിബാദല്ലയല്ല എന്റെ സഹോദരൻ ഫൈസൽ മുസ്ലിയാരെ, താങ്കൾ മനസ്സിലാക്കണം, യായിബാദല്ലയെ കുറിച്ചുള്ള ചർച്ചയല്ല നമ്മുടെ വാദപ്രതിവാദത്തിലെ വ്യവസ്ഥയിൽ താങ്കളുടെ വാദമായി താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ജിന്നുകളോടുള്ള അഭൗതികമായ ജിന്നിനോടുള്ള മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന, അതിൽ ശിർക്കായതുമുണ്ട്, വസീലത്ത് ശിർക്കായതുമുണ്ട്. ദയവ് ചെയ്ത് വരാനിരിക്കുന്ന ചർച്ചകളിൽ നിന്നെങ്കിലും വാദത്തിൽ നിന്ന് മാറരുത് എന്ന ഒരു അപേക്ഷ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനം ഈ ആദർശ പ്രബോധനത്തിന് മാതൃക കാണുന്നത് പ്രവാചകന്മാരിലൂടെയാണ്. പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടിയാണ്. ആ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് തൗഹീദ് തന്നെയാണ്. ഈ തൗഹീദിന്റെ പൂർത്തീകരണവും ഈ ദീനിന്റെ പൂർത്തീകരണവും ഈ പ്രബോധനത്തിന്റെ പൂർത്തീകരണവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്നുപോയ പ്രവാചകന്മാരോ എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. ഈ കലിമത്ത് തൗഹീദിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവാചകൻ തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവാചകൻ തങ്ങളുടെ പ്രബോധന മേഖലയിൽ പ്രബോധനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ആമുഖമായി ഓതി വെച്ച വചനം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ലോകത്തെ പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ആത്യന്തികമായ എല്ലാ സഹായവും അവന് ലഭിക്കണമെങ്കിൽ
പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവോട് മാത്രമേ അവൻ ചോദിക്കാൻ പാടുള്ളൂ. ആത്യന്തികമായി ഏത് സഹായവും അത് ചെറുതാവട്ടെ വലുതാവട്ടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യന് ലഭിക്കുകയുള്ളൂ. ഇതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്തിന്റെ സത്ത ഉൾക്കൊണ്ടവരും അതനുസരിച്ച് വിശ്വാസങ്ങൾ സ്വീകരിക്കുകയും അത് ആളുകൾക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്തവരാണ്. അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ആത്യന്തികമായ സഹായം പടച്ച തമ്പുരാനോട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറം അല്ലാഹു തആല മനുഷ്യർക്ക് പരസ്പരം നൽകിയിട്ടുള്ള കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ പരസ്പരം സഹായം ചോദിക്കുകയും പരസ്പരം സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടർന്നു വരുന്ന ഒരു നടപടിക്രമമാണ്. ഈ തൗഹീദ് പഠിപ്പിച്ച, ഈ തൗഹീദ് പ്രബോധനം ചെയ്ത, ഈ തൗഹീദ് ഉൾക്കൊണ്ട ഒരു പ്രവാചകനും മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായം ചോദിക്കൽ അത് ഇയ്യാക നസ്തഈൻ എന്ന ആശയത്തിന് വിരുദ്ധമാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ പഠിപ്പിച്ചില്ല, സഹാബത്ത് പഠിപ്പിച്ചില്ല, താബീങ്ങൾ പഠിപ്പിച്ചില്ല, തബഉ താബീങ്ങൾ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത പ്രവാചകന്മാർ നടപ്പിൽ വരുത്തിയ അനുവദനീയമായ സഹായം ചോദിക്കലിലാണ് മനുഷ്യന്മാർ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായ ചോദ്യം. എന്നാൽ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഇവിടെ പറയുകയുണ്ടായി, മടവൂരികൾ പ്രചരിപ്പിച്ച ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം മുജാഹിദുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന്. എന്റെ മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ താങ്കൾക്ക് ലഭിക്കുന്ന 5 ചോദ്യോത്തര സെഷനിലെങ്കിലും അതല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന ഉപസംഹാര സെഷനിലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തണം. തന്നെയുമല്ല, അല്ലാഹു തആല നമുക്ക് വെച്ച് തന്ന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൂടെയാണ് മനുഷ്യന്മാർ പരസ്പരം സഹായങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ കാര്യകാരണങ്ങളിൽ ബന്ധപ്പെട്ട് നാം ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അതൊരിക്കലും ശിർക്കാവുകയില്ല, ഹറാമാവുകയില്ല, വസീലത്ത് ശിർക്കാവുകയില്ല, അനുവദനീയമാണുമായി മാറുക. എന്നാൽ ഫൈസൽ മുസ്ലിയാരുടെ വാദപ്രകാരം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ജിന്നിനോട്, അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് സഹായം ചോദിക്കലിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ആമുഖമായി ഞാൻ ഓതി വെച്ച ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ആയത്ത്, ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ സത്യസന്ധമായ വെളിച്ചത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതൻ, ഏതെങ്കിലും ഒരു സഹാബി, ഏതെങ്കിലും ഒരു താബിഈ ഈ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, ആ ആയത്തിൽ മനുഷ്യന്മാർ പരസ്പരം പെടുന്ന സഹായവും ഉൾപ്പെടും എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. മറിച്ച് ഈ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന സഹായം അത് അനുവദനീയമാണ് എന്ന് വളരെ കൃത്യമായി വെളിവാക്കിയിട്ടുണ്ട്. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയ സംബന്ധമായി ഇറക്കിയ തീരുമാനം, ആ തീരുമാനത്തിൽ അനവധി പ്രാവശ്യം വായിച്ചിട്ടുള്ള ലജ്നത്ത് ദായിമയുടെ ഫത്വയാണ്. ആ ഫത്വയുടെ രത്ന ചുരുക്കം ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ഗായിബീന, ജിന്നുകളോടോ അഭൗതിക ജീവികളോടോ സഹായം ചോദിക്കൽ അനുവദനീയമല്ല. ലിഅന്ന ഹാദാ മിനശ്ശിർക്ക് ബില്ലാഹ്, കാരണം അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് എന്ന് പറഞ്ഞിട്ട് ഇബാദത്ത് എന്നത് ഈ ഇബാദത്താകുന്ന ഇസ്തിആനത്ത് അല്ലാഹുവിലേക്കല്ലാതെ മരിച്ചുപോയ ഒരാളിലേക്കും, ജിന്നിലേക്കോ മനുഷ്യരിലേക്കോ മലക്കുകളിലേക്കോ മറ്റുള്ളവരിലേക്കോ നടത്തൽ അനുവദനീയമല്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നീട് ലജ്നത്തു ദായിമ പറഞ്ഞത് ഇല്ലാ മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാദിരി മിനൽ ഇൻസി ഫീമാ യഖ്ദിറു അലൈഹി, ഹാദിറായ ഹയ്യായ ഖാദിറായ ഒരു മനുഷ്യൻ അവന്റെ കഴിവിൽപ്പെട്ടത് മറ്റൊരു മനുഷ്യൻ അവനോട് ചോദിക്കുന്നതൊഴികെ. ഉദാഹരണ സഹിതം പറഞ്ഞു, കലിസ്തിആനതു ബിൽ ഇൻസാനിൽ ഹയ്യിൽ ഖാഫി സിറാഅതി വൽ ബിനായി വഖ്താലിൽ അദായി, ഈ പറഞ്ഞ വിഷയങ്ങളിൽ മനുഷ്യന്മാർ പരസ്പരം സഹായം ചോദിക്കുന്നത് അത് ശിർക്കാവുകയില്ല, അത് ശിർക്കാവുകയില്ല എന്നതിന് ശേഷം ലജ്നത്ത്
ലജ്നത്ത് ദായിമ തന്നെ ഇവിടെ തെളിവായി ഉദ്ധരിച്ചത് ഇതിനെ രണ്ടിനെയും വേർതിരിച്ചുകൊണ്ട് മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന സഹായത്തേട്ടം ശിർക്കല്ല എന്നും, എന്നാൽ ജിന്നിനോടോ മലക്കിനോടോ മനുഷ്യന്മാരോടോ കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായ മാർഗത്തിൽ സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഇത് രണ്ടും വേർതിരിക്കാൻ ലജ്നത്ത് ദായിമ ഉപയോഗിച്ച ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് അതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ഒരു ഹദീസ് അതും ലജ്നത്ത് ദായിമ കൊടുക്കുകയുണ്ടായി. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുന്ന പക്ഷം വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ അല്ലാഹുവോട് മാത്രം സഹായം ചോദിക്കണം. ഈ ഇസ്തിആനത്തും പടച്ചതമ്പുരാനോട് മാത്രമേ ആവാൻ പാടുള്ളൂ എങ്കിലും മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന സഹായം ചോദിക്കൽ ഇതിൽ പെടുകയില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിൽ ഹയ്യും ഹാദിറും ഖാദിറുമായ മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന സഹായം ചോദിക്കൽ അതിൽ പെടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ജിന്നിനെ, അത് ഹയ്യായാലും ഹാദിറായാലും ഖാദിറായാലും മുസ്ലിമായാലും അങ്ങനത്തെ ഒരു ജിന്ന് പെടും എന്ന് ലജ്നത്തു ദായിമ പറഞ്ഞില്ല. ഫൈസൽ മുസ്ലിയാർ ഇവിടെ പറഞ്ഞതുപോലെ യാ ഇബാദല്ലാ എന്നൊരു വാറോലയുണ്ട്. ആ വാറോലയുടെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല, വസീലത്ത് ശിർക്കാവുകയുള്ളൂ എന്നും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പരസ്പരം ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ ലജ്നത്തു ദായിമയോ നേരത്തെ ഇവിടെ വായിക്കപ്പെട്ട പണ്ഡിതന്മാരാരോ ആരും തന്നെ പറയുകയുണ്ടായില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുജാഹിദ് പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് ലോകത്ത് പ്രചാരം സിദ്ധിച്ചതാണ്. ഇവിടെ സംവാദ വ്യവസ്ഥയിൽ എന്തിനു വേണ്ടിയാണ് വാദം തെളിയിക്കാൻ ആവശ്യമായ പ്രമാണം എന്ന് എഴുതിയപ്പോൾ സൗദി അറേബ്യയിലെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ പണ്ഡിതന്മാരല്ല ഇവിടെ പ്രമാണമായി ഉദ്ധരിക്കേണ്ടത്. പ്രമാണം ഒരാൾക്ക് പ്രസംഗത്തിൽ ആരുടെ വാചകവും ഉദ്ധരിക്കാം, ഏത് കിതാബും ഉദ്ധരിക്കാം, ഏത് ഇബാറത്തും വായിക്കാം. പക്ഷേ ഈ വാദപ്രതിവാദത്തിൽ സത്യത്തെയും അസത്യത്തെയും ശിർക്കിനെയും തൗഹീദിനെയും വേർതിരിക്കണമെങ്കിൽ അതിന് ഖുർആനിന്റെ ആയത്ത് വേണം, റസൂലുള്ളാഹിയുടെ സഹീഹായ ഹദീത്ത് വേണം. അതുകൊണ്ട് തന്നെ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട് എന്ന് ഏത് പണ്ഡിതൻ പറഞ്ഞു എന്നതല്ല മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ഭാഗം. മറിച്ച് ഏത് പണ്ഡിതൻ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഏത് ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അതാണ് മുസ്ലിയാരെ താങ്കൾ ഇവിടെ തെളിയിക്കേണ്ടത്. താങ്കൾ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോൾ അത് എഴുതി വെച്ചാൽ മാത്രം പോരാ, അതൊന്നും വായിക്കണം, കൃത്യമായി വായിക്കണം. നേരത്തെ വന്നപ്പോൾ വായിച്ചിട്ടല്ല വന്നതെങ്കിൽ ഇവിടെ ഇത് വായിച്ചു വാപ്പുട്ടി സാഹിബ്, അദ്ദേഹം വായിച്ചപ്പോഴെങ്കിലും ഒന്ന് കേൾക്കേണ്ടതല്ലേ? ഇവിടെയുള്ള താങ്കളുടെ വാദം സ്ഥാപിക്കേണ്ടത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഹദീത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിനുള്ള ഒന്നാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ ഓതിയത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്നാൽ ഈ ആയത്ത് മനുഷ്യന്മാർ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാകുമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ മനസ്സിലാക്കിയിട്ടില്ല. മൻഹജു സലഫ് അഥവാ സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല, താബീങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, തബൗ താബീങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തിനേറെ ഈ ആയത്തിറങ്ങുന്നത് അള്ളാഹിന്റെ റസൂലിനാണ്. ഈ ആയത്തിറങ്ങിയതിന് ശേഷവും ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പും അള്ളാഹുവിന്റെ റസൂല് മനുഷ്യന്മാരോട് പരസ്പരം സഹായം ചോദിച്ചിട്ടുണ്ട്. ആ സഹായ ചോദ്യം അത് ശിർക്കാണ് എന്ന് ലോകത്തിന് വരെ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല, റസൂലുള്ള പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഒരുപാട് ആയത്തുകൾ ഒരു വിഷയത്തിന് തെളിവായി കൊണ്ടുവരണമെന്നില്ലല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്നിനോടുള്ള സഹായ ചേത്തേട്ടം, ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്നതിന് ഒരൊറ്റ ആയത്ത് കിട്ടിയാൽ മതി. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന സഹാബീദ ഇത് ശിർക്കല്ല വസീലത്ത് ശിർക്കാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശിർക്കല്ല വസീലത്ത് ശിർക്കാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഖുർആനിന്റെ ആയത്തോ ഏതെങ്കിലും ഒരു സഹീഹായ ഹദീത്തോ ഉദ്ധരിക്കുകയും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ഉമ്മത്ത് സഹാബ കിറാം താബീങ്ങൾ തബഉ താബീങ്ങൾ അവരിതാ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്താൽ മുസ്ലിയാരെ താങ്കൾക്ക് താങ്കളുടെ വാദം പ്രമാണബന്ധിതമായി വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ പറഞ്ഞ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾ എന്ത് ഉദ്ധരണി വായിച്ചാലും
എത്ര വായിച്ചാലും എത്ര പ്രസംഗിച്ചാലും നമ്മുടെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് പ്രമാണബന്ധിതമായി തെളിയിക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. ഇത് മാന്യ സഹോദരങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുജാഹിദ് പ്രവർത്തകർ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുന്ന പക്ഷം, നീ സഹായം ചോദിക്കുന്ന പക്ഷം അത് അല്ലാഹുവോട് മാത്രം ചോദിക്കുക. എന്നാൽ അതേ ഇബ്നു അബ്ബാസ് അടക്കമുള്ള സഹാബത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മറ്റ് പ്രവാചകന്മാരൊക്കെ തന്നെ മനുഷ്യരുമായി കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ജിന്നിന്റെ സഹായം ഒരു പ്രവാചകനും ചോദിച്ചിട്ടില്ല, ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല, ഒരു താബിയും ചോദിച്ചിട്ടില്ല. അതിനോട് പ്രമാണമൊട്ട് ഇല്ലതാനും. ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കും എന്ന് ലജനത്തു ദായിമ വളരെ കൃത്യമായി ഇവിടെ പറയുകയുണ്ടായി. ഞാനത് വായിച്ചു കേൾപ്പിച്ചു. ജിന്നിനോടുള്ള സഹായ ചോദ്യം, മലക്കിനോട്, മനുഷ്യരോട് ഉള്ള സഹായ ചോദ്യം അത് ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും മനുഷ്യരോട് ശിർക്കാവാത്ത സഹായ ചോദ്യം മാറ്റി പറഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. കാരണം ലാ യജൂസു അൽ ഇസ്തിആനതു لأن الاستعانة عبادة لا يجوز صرفها لغير الله لا من الجن ولا من الإنس ولا من الملائكة ولا غيرهم. മൂന്ന് കൂട്ടരെയും പറഞ്ഞു, അവരല്ലാത്തവരെയും പറഞ്ഞു. എന്നിട്ട് മനുഷ്യരെ അതിൽ നിന്നും പ്രത്യേകം മാറ്റി നിർത്തി. എന്തിനാ മനുഷ്യരെ പ്രത്യേകം മാറ്റി നിർത്തിയത്? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല. എന്നിട്ട് ഇതുവരെ കൊടുത്ത ഫത്വക്കുള്ള പ്രമാണം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തും അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, മറ്റൊരാളോടും സഹായം തേടുകയില്ല എന്നുള്ള, മറ്റൊരാളെയും അല്ലാഹുവിൽ ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന. എന്നാൽ ഇവിടെ എന്താണ് വിഷയം? അദ്ദേഹം പറഞ്ഞതുപോലെ യാ ഇബാദല്ലാ എന്ന ദുർബലമായ ഹദീസാണ് അത്ര വിഷയം. അല്ല മുസ്ലിയാരെ, യാ ഇബാദല്ലാ അല്ല വിഷയം. യാ ഇബാദല്ലാ കൊണ്ടുവരുന്നതിന് മുമ്പ് താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞുവല്ലോ, ജബ്ബാർ മൗലവി പറഞ്ഞ സംഗതികൾ. ജബ്ബാർ മൗലവി പറഞ്ഞ വിഷയം, ആ വിഷയത്തിൽ ജബ്ബാർ മൗലവി തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാന് യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല അത് പറഞ്ഞത്. അപ്പൊ എന്തിനാ ജബ്ബാർ മൗലവി പറഞ്ഞത്? അതോ യാ ഇബാദല്ലാ എന്ന ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പാണോ? അല്ല, ജബ്ബാർ മൗലവി ഈ തർക്കങ്ങളൊക്കെ നടത്തുന്നത്, ഈ ലേഖനം എഴുതുന്നതിന് മുമ്പാണോ? താങ്കളൊക്കെ പറയുന്നത് പോലെ സക്കരിയ മൗലവി ഇപ്പോൾ കൊണ്ടുവന്ന വാദം പോലെ യാ ഇബാദല്ലയെ കുറിച്ചുള്ള ചർച്ച അല്ല. തന്നെയുമല്ല, ജമിയത്തുൽ ഉലമക്ക് സക്കരിയ സ്വലാഹി പ്രബന്ധം കൊടുത്തു. ആ പ്രബന്ധത്തിൽ എന്തേ യാ ഇബാദല്ല ചർച്ചയ്ക്ക് വരാതിരുന്നത്? ജമിയത്തുൽ ഉലമക്ക് സക്കരിയ സ്വലാഹി പ്രബന്ധം കൊടുത്തു. ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ 57 പേജുള്ള പ്രബന്ധം. ആ പ്രബന്ധത്തിൽ എവിടെയും യാ ഇബാദല്ലാ എന്നതിനെ കുറിച്ച് എന്നൊരക്ഷരം സക്കരിയ സ്വലാഹി പറഞ്ഞില്ല. അപ്പോ അതുകൊണ്ട് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ശിർക്കാണ് എന്നതിന് ആയത്ത് കൊണ്ടുവരണം, ഹദീത്ത് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ മുജാഹിദുകൾക്ക് അത് സ്വീകരിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ഫത്വ കൊണ്ടുവന്നാൽ ആ ഫത്വ മുജാഹിദുകൾ അംഗീകരിക്കുക, മുജാഹിദുകൾ സ്വീകരിക്കുക, അതിന്റെ പിന്നിലുള്ള പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. എന്നാൽ ഈ വാദം കൊണ്ടുവന്ന ജബ്ബാർ മൗലവിയും ആ വാദത്തെ പിന്തുണച്ച സക്കരിയ മൗലവിയും പ്രതിസന്ധി ഘട്ടത്തിൽ ഇവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച്, ആ ജിന്ന് ഹയ്യും മാദറും ഖാദിറും മുസ്ലിമാണ് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്നാണ് പ്രസംഗിച്ചിരുന്നത്, എന്നാണ് എഴുതി നടന്നത്. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം എതിർത്തത്, അതിനെയാണ് മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കാതിരുന്നത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട മനുഷ്യൻ വഴിയറിയാതെ നീങ്ങുമ്പോൾ ആ മനുഷ്യന് ഇവിടെ ജിന്നുണ്ടാകും എന്ന് വിചാരിച്ചത് ജബ്ബാർ മൗലവി ലേഖനം എഴുതിയത് യാ ഇബാദല്ലാ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അതെങ്കിലും ഒന്ന് മനസ്സിലായിക്കൂടെ? ഇത് കേൾക്കുന്ന ആളുകൾ ഇതൊക്കെ കേട്ടവരാണല്ലോ. ജബ്ബാർ മൗലവി എന്താണ് പറഞ്ഞത് എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ സംവാദം കാണുന്ന ആളുകൾക്കെങ്കിലും അറിയാമല്ലോ. ജബ്ബാർ മൗലവി അതിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് പറഞ്ഞത് എന്ന്. പിന്നെ എന്തിനാ യാ ഇബാദല്ലതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത്? അപ്പോ ജിന്ന് ഭൗതികമാണ് എന്നും ആ ഭൗതികമായ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കാവുകയില്ല എന്നുമുള്ള പ്രമാണത്തിന് പിൻബലമില്ലാത്തൊരു വാദം ജബ്ബാർ മൗലവി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് കരക്ക് കയറ്റാൻ വേണ്ടിയാണ് സക്കരിയ സ്വലാഹി യാ ഇബാദല്ലയുമായി വന്നത്.
പക്ഷേ ജബ്ബാർ സക്കരിയ സ്വലാഹി തന്നെ മരുഭൂമിയിൽ നിന്ന് പിന്നീട് പുഴക്കരയിൽ നിന്ന് പിന്നെ ചൂണ്ടയിടുന്നതിലേക്കും പോവേണ്ട അവസ്ഥയിലേക്കാണ് വന്നത്. തന്നെയുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരു സംഗതിയാണല്ലോ യാ ഇബാദല്ലാഹ് വസ്തുത എന്ത് എന്ന്. ഈ ഒരു പിന്നെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഇതിന്റെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് 147 പേജിൽ പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക. ഹാജരായ ജിന്നുകളോട് അവരുടെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായം വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് മറ്റൊരു പ്രശ്നം. ഇനി ശ്രദ്ധിച്ചോ, ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിനു വേണ്ടി അല്ലാഹു ജിന്നുകളെ ഏർപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഇതെന്താ വ്യക്തമാക്കിയത്? മനുഷ്യർക്ക് ചോദിക്കാനുള്ള ഒരു കാരണമായി അല്ലാഹു തആല ജിന്നുകളെ സംവിധാനിച്ചു വെച്ചിട്ടില്ല. അപ്പോ ജിന്നുകളോടുള്ള ചോദ്യം അത് കാര്യകാരണ ബന്ധത്തിനപ്പുറമാകും. ഒരിക്കൽ കൂടി കേട്ടോളി, ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ മരുഭൂമിയിൽ വെച്ച് ജിന്നിനോട് ചോദിക്കുമ്പോ എന്തിനാ ചോദിക്കണത്? ജിന്നിന് സഹായം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാ. പുഴയിൽ മുങ്ങിയ മനുഷ്യൻ കരയിലെ ജിന്നോട് ചോദിക്കണം എന്തുകൊണ്ടാ? കരയിലുള്ള ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാ. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അല്ലാഹു അതിനെ കാരണമാക്കി വെക്കണം. അങ്ങനെ കാരണമാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കേണ്ടത് വിശുദ്ധ ഖുർആനിലൂടെയാണ്, പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ്. എന്നാൽ മനുഷ്യന്മാർ പരസ്പരം ചെയ്യുന്ന ഈ സഹായം, കാര്യകാരണ ബന്ധത്തിലുള്ള സഹായം, അത് അനുവദനീയമാണ് എന്നതിന് പ്രമാണങ്ങളുടെ ശൃംഖല തന്നെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഉദ്ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉദ്ധരിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? ജിന്നുകളും മനുഷ്യരും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും, കണ്ടോ നേരത്തെ എന്താ പറഞ്ഞത്? ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലാഹു ജിന്നിനെ ഏർപ്പാടാക്കിയിട്ടില്ല, ഒരു കാരണമാക്കി വെച്ചിട്ടില്ല. പിന്നെ തൊട്ട് താഴെ എന്താ പറയുന്നത്? ജിന്നുകളും മനുഷ്യരും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും കാര്യകാരണ ബന്ധമുള്ള എല്ലാം മതത്തിൽ അനുവദനീയമായിക്കൊള്ളണമെന്നില്ല. അനുവദനീയമാണോ അല്ലേ എന്ന് തർക്കമല്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, സമയം ചെലവഴിക്കേണ്ട പൊന്നാര ഫൈസൽ മുസ്ലിയാരെ. അതിനു വേണ്ടി നിങ്ങൾ സമയം കളയണ്ട. ആകെ കിട്ടുന്ന സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടത് ഈ സഹായ ചോദ്യം ശിർക്കാണോ അല്ലേ, അത് ശിർക്കല്ല എന്നാണ്, വസീലത്ത് ശിർക്കാവുന്നുണ്ട് എന്നാണ്. അതിനാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ടത്. കണ്ടോ പരസ്പരം വൈരുദ്ധ്യം കണ്ടോ? മേലെ പറഞ്ഞു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല ജിന്നിനെ ഏർപ്പാടാക്കിയതായി ഖുർആനിലോ ഹദീസിലോ ഇല്ല. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? ജിന്നും മനുഷ്യരും തമ്മിൽ കാര്യകാരണ ബന്ധമുണ്ട്. ആ കാര്യകാരണ ബന്ധം എന്താ? ഒരു ആയത്ത് ഓതിയാൽ മതി. ആ കാര്യകാരണ ബന്ധത്തിനുള്ള ഒരു ആയത്ത്, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആര് മനസ്സിലാക്കി? പ്രവാചകൻ മനസ്സിലാക്കിയോ? സഹാബത്ത് മനസ്സിലാക്കിയോ? ആ ആയത്തനുസരിച്ച് സഹാബത്ത് എന്താണ് അതിനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പിന്നെ പറയുക. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മരുഭൂമിയിലാവട്ടെ പുഴയിൽ മുങ്ങുമ്പോഴാവട്ടെ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഖുർആൻ നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതെന്താ? നിങ്ങൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരുണ്ട്? അല്ലാഹുക്ക് പുറമെ മറ്റൊരു ഇലാഹോ? അള്ളാന്റെ ചോദ്യമാണ്. എന്തിനാ ഈ ചോദ്യം? പ്രതിസന്ധി ഘട്ടത്തിൽ മരുഭൂമിയിൽപ്പെട്ട ഒരാൾ പ്രതിസന്ധിയിലല്ലേ സഹോദരങ്ങളെ? വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അതിനേക്കാളും ഒരു പ്രതിസന്ധി വേറെ ഏതാ ഉള്ളത്? ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് കരയിൽ ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞത്. എന്നാൽ ഖുർആൻ പറയുന്നു അമ്മയുജീബുൽ മുദ്തറ ഇദാ ദഅാഹു, പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരുണ്ട്? എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നു അയിലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ അമ്മയഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ള അന്ധകാരത്തിൽ നിന്നും നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരുണ്ട്? അയിലാഹും മഅല്ലാഹ്,
അങ്ങനെയാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹി ഇലാഹും മഅല്ലാഹ് തആലല്ലാഹു അമ്മാ യുശ്രികൂൻ. നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്നും അള്ളാഹു ഉന്നതനാണ്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാരെ, താങ്കൾ വളരെ കൃത്യമായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുമെങ്കിൽ, വസ്തുതയായി അംഗീകരിക്കുമെങ്കിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, റസൂലുള്ളാഹിയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് ചോദിക്കുന്ന സഹായം ചോദിക്കൽ അത് ശിർക്കാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവോട് മാത്രമാണ് ചോദിക്കേണ്ടത്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ എന്നതല്ല തർക്കം, മറിച്ച് ചെയ്താൽ ചോദിച്ചാൽ ശിർക്കാകുമോ, ശിർക്കാകുമെന്നതിനുള്ള ആയത്തുകളാണ് ഞാൻ ഉദ്ധരിച്ചത്, ഹദീസുകളാണ് ഞാൻ ഉദ്ധരിച്ചത്, ലജ്നത്തു ദായിമയുടെ ഫത്വയാണ് ഉദ്ധരിച്ചത്. ആ ലജ്നത്തു ദായിമ പോലും ചോദ്യം മറ്റൊരു വിഷയത്തിലാണെങ്കിലും ഉത്തരം ആ വിഷയത്തിനും ഉത്തരം കൊടുത്തു, അതല്ലാത്ത വിഷയത്തിന് ഉത്തരം കൊടുത്തു. അതുകൊണ്ടാ ഉത്തരത്തിൽ പറഞ്ഞത് എന്തേ, ചോദ്യത്തിൽ ചോദിച്ച വിഷയത്തിന് മാത്രമല്ല, ചോദ്യത്തിൽ ചോദിച്ചതിന് മാത്രമല്ല അത് ബാധകം, ഒന്നിനും അനുവദനീയമല്ല. കാരണം മേലെ പറഞ്ഞു അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അതിൽ നിന്ന് മാറ്റി നിർത്തിയത് മനുഷ്യനെ മാത്രമാണ്. അതുകൊണ്ട് ജിന്നുകളോടുള്ള സഹായ ചോദ്യം, ആ സഹായ ചോദ്യത്തിൽ ശിർക്കാകുന്നതുണ്ട് എന്നതിന് താങ്കൾ സമയം കളഞ്ഞ് ആയത്തോതേണ്ടതില്ല. എന്നാൽ വസീലത്ത് ശിർക്കാകുന്നതുണ്ട് എന്നതിന് ആയത്തുകൾ ഓതണം. വഹദല്ലാഹു അലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് 2 മണിക്ക് തന്നെ കൃത്യമായി തുടങ്ങണം. 2 മണിക്ക് ഇനി 10 ചോദ്യവും അതിൻ്റെ ഉത്തരവും പരസ്പരം ഉണ്ടാകും. 150 മിനിറ്റ് അതിന് വേണം. 20 മിനിറ്റ് കൺക്ലൂഷനും. അങ്ങനെ 3 മണിക്കൂറോളം ഇനി ഏകദേശം എടുക്കും. 2 മണിക്ക് വന്നാൽ ഇൻഷാ അല്ലാഹ് 5 മണിക്ക് നമുക്ക് പിരിയാവുന്നതാണ്. എല്ലാ ആളുകളും കറക്റ്റ് ടൈമിന് എല്ലാവരും 2 മണിക്ക് എത്തണമെന്ന് ഇസ്ലാം. ആദ്യം വിഷയം അവതരിപ്പിച്ച ഫൈസൽ മുസ്ലിയാരോട് നാസർ സുല്ലമിയുടെ ചോദ്യമാണ്. 5 മിനിറ്റ് ചോദ്യം, അതിന് ഫൈസൽ മുസ്ലിയാർ 10 മിനിറ്റ് ഉത്തരം. നമ്മളെല്ലാവരും ഈ കാര്യം ഭംഗിയായി നടക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്നവരാണ്. യാതൊരു നിലക്കും എന്തെങ്കിലും കുറിപ്പുകളോ മറ്റ് കാര്യങ്ങളോ പുറത്തു നിന്ന് ഈ 3 ആളുകളല്ലാതെ 2 ഭാഗത്ത് നിൽക്കുന്ന 3 ആളുകളല്ലാതെ മറ്റൊരാൾ കുറിപ്പ് കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കാര്യം നമുക്ക് വളരെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഈ 3 ആളുകളല്ലാത്ത 2 ഭാഗത്തും സന്നിഹിതരായ 3 പണ്ഡിതന്മാരല്ലാത്ത ആരും കുറിപ്പ് കൊടുക്കുകയോ മറ്റ് കാര്യങ്ങൾ പറയുകയോ ചെയ്യരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇന്ന് തുടങ്ങുകയാണ്. ആദ്യമായി ചോദ്യം ഉടനെ ഇപ്പം തന്നെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകരുതെന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരാർ അടിസ്ഥാനത്തിലാണ് ഈ വ്യവസ്ഥ എഴുതിയത്. ആ കരാറിന് യാതൊരു ലംഘനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. പുറത്തു നിന്ന് കുറിപ്പ് കൊടുക്കാൻ പാടുള്ളതല്ല. അത് കൊടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവർ നിർത്തണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന് പറയാനുള്ളത്, 5 മിനിറ്റ് ചോദ്യം. ബഹുമാന്യനായ നാസർ സുല്ലമി 5 ചോദ്യം, അതേപോലെ തന്നെ 5 ഉത്തരവും. അസ്സലാമു അലൈക്കും. നേരത്തെ നടന്ന സെഷനിൽ 2 ആളുകളും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. എൻ്റെ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന ആയത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് ഇത്തരം
അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. തന്നെയുമല്ല, ഇത് ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ തൽപര കക്ഷികൾക്ക് കൂടി ഇപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയത്തിന് തെളിവുകൾ നിരത്തി മറുപടി പറയാൻ ഫൈസൽ മുസ്ലിയാർക്ക് ലഭ്യമായിട്ടുള്ള ഒരു സുവർണ അവസരമാണിത്. തന്നെയുമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മുജാഹിദ് പ്രവർത്തകർ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്കാകുന്ന സഹായ ചോദ്യത്തിന് തെളിവ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യ പണ്ഡിത സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരോട് എനിക്കുള്ള ഒന്നാമത്തെ ചോദ്യം, താങ്കളുടെ വ്യവസ്ഥയിലെ വാദമായി വ്യവസ്ഥ പ്രകാരം താങ്കൾ പറഞ്ഞ അനുസരിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ്. ഇത് നേരത്തെ പറഞ്ഞ വാദത്തിൽ നിന്നുള്ള ഒരു പുതിയ കുറ്റസമ്മതമാണെങ്കിലും ഒരുപക്ഷെ താങ്കൾ അത് ആത്യന്തികമായി അള്ളാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ജിന്നിനെ അഭൗതികം എന്ന് ഞാൻ മനുഷ്യരോട് നേരത്തെ പറഞ്ഞപ്പോൾ ജിന്നിനെ അഭൗതികം എന്ന് പറഞ്ഞത്, എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ജിന്ന് അഭൗതികം തന്നെയാണ് എന്ന രീതിയിലുള്ള ഒരു കുറ്റസമ്മതം നടത്താൻ പോലും താങ്കൾക്ക് സാധ്യമല്ല. കാരണം മനുഷ്യൻ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ദീനീ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മനുഷ്യരോടാണ്. അതുകൊണ്ട് തന്നെ ജിന്ന് ഭൗതികമാണ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ സംബന്ധിച്ച് ഭൗതികം എന്ന് തന്നെയാണ് ആളുകൾ മനസ്സിലാക്കുക. കാരണം താങ്കളുടെ ചത്തബോത്തി എന്ന CD ജനങ്ങൾക്കാണല്ലോ കൊടുത്തത്. അതല്ലാതെ ഹദീത്തിൽ കഴുതകളും നായ്ക്കളുമൊക്കെ ശൈത്താനെ കാണുമെന്നും കോഴി മലക്കിനെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വിശദീകരണമായിരുന്നു. എൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക, ഇതാണ് എൻ്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകളും അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്ക് ആകുന്നത്? ഇത് പ്രമാണസഹിതം പറയണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ